പക്ഷേ എങ്കിൽ തന്നെയും നമ്മളുടെ ഏറ്റവും ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ബിസിനസ് പ്രേമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥി ശ്രീ രഞ്ജു ഗോപിനാഥ്, മാരിൻ ഡയറക്ടർ, ടെക്ഷോർ ഇൻസ്പെക്ഷൻ സർവീസസ്. ശ്രീ രഞ്ജു ഗോപിനാഥ്, ബിസിനസ് പ്രേമിലേക്ക് സ്വാഗതം. സ്വാഗതം. ശ്രീ രഞ്ജു, ടെക്ഷോറിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഒറ്റ വാക്കിലും വിശദീകരിക്കാമോ? ടെക്ഷോർ ഇൻസ്പെക്ഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് കോഴ്സസ് കൂടാതെ എഞ്ചിനീയറിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഈ ടെക്ഷോർ എന്ന ബിസിനസ് തുടങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? ഞാൻ ഗവൺമെൻറ് ITIയിൽ നിന്ന് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ വീട്ടിലെ സാമ്പത്തിക സിറ്റുവേഷൻ മോശമാവുകയും എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഞാൻ പാർട്ട് ടൈമായിട്ട് തന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സൈഡിൽ കൂടെയാണ് ഞാൻ വരുമാനം കണ്ടെത്തി ഫീസ് അടച്ച് ആണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ തുടർക്കഥയായിട്ട് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുകയും ഓയിൽ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പല കുട്ടികളും പലർക്കും അവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫിനിഷിംഗ് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ ടെക്ഷോർ എന്നുള്ള ഒരു ബ്രാൻഡും ടെക്ഷോറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ട്രെയിനിങ് കോഴ്സുകളും ഇത് കൊച്ചി ആസ്ഥാനമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു USP ഉണ്ടാവും. ടെക്ഷോർ ഇൻസ്പെക്ഷൻ സർവീസ് എന്ന സ്ഥാപനത്തിൻ്റെ USP എന്താണ്? ടെക്ഷോറിൻ്റെ USP എന്ന് പറഞ്ഞാൽ ടെക്ഷോർ നിരവധി കുട്ടികളെ ശരിക്കും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, ഓയിൽ ഇൻഡസ്ട്രിയിൽ അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി ഒരു ജോലി ലഭിക്കുവാൻ സാധിക്കുന്ന ലെവലിലേക്കുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും തിയറട്ടിക്കൽ ട്രെയിനിങ് കൂടാതെ അവർക്ക് വേണ്ട മൂല്യമുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് ടെക്ഷോർ. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളിലെയും ഒരു ബാക്ക് ബോണായിട്ട് നമുക്ക് കണക്കാക്കാമല്ലോ. ടെക്ഷോർ എന്ന കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് 13,000 സ്റ്റുഡൻസിൽ വിദേശികളടക്കം വർക്കിംഗ് പ്രൊഫഷണലടക്കം നമ്മുടെ കോഴ്സുകൾ ചെയ്യുകയും നിരവധി കമ്പനികളിൽ പുറം രാജ്യത്തും ഇന്ത്യക്കകത്തും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടോപ്പായിട്ടുള്ളൊരു സ്ട്രെങ്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ എക്സ്പെർട്ടൈസായിട്ടുള്ള ONGC റിട്ടയർ ആയിട്ടുള്ള GM ലെവൽ റിട്ടയർ ചെയ്ത ആളും അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ 42 വർഷത്തിന് മേളിൽ ഓയിൽ ഫീൽഡ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പെർട്ടൈസാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആ ട്രെയിനിങ് അവർക്ക് വളരെ ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് മറ്റുള്ള കമ്പനികളിലേക്ക് അവർ ജോലിക്ക് പോകുമ്പോൾ അത് സാധ്യമാക്കി കൊടുക്കുന്ന സർട്ടിഫിക്കേഷനോടെ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു സ്ട്രെങ്തായിട്ട് ടെക്ഷോറിന് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ 10 വർഷമായി ടെക്ഷോർ എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി. എന്തൊക്കെ സർവീസസാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? ടെക്ഷോർ 3 മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് ട്രെയിനിങ്ങും, 2 മാൻ പവർ, 3 എഞ്ചിനീയറിംഗ് സർവീസസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ കോഴ്സുകൾ, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ്, സേഫ്റ്റി, ക്വാളിറ്റി കൺട്രോൾ, മെക്കാനിക്കൽ MEP എന്നുള്ള ഒരു കോഴ്സസ്, അതേപോലെ തന്നെ പൈപ്പിംഗ്, ഫാബ്രിക്കേഷൻ, വെൽഡിങ്, അതിനേക്കാളും അപ്പുറം നമുക്ക് ഓട്ടോമേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സോളാർ, അങ്ങനെ നിരവധി കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ടതായ ഒരു ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്യുകയും അതിൽ സർട്ടിഫൈഡ് ആക്കി നമുക്ക് പെട്രോളിയം യൂണിവേഴ്സിറ്റി അടക്കം, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ IT ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ISO 9001 2015 അപ്ഗ്രേഡ് ചെയ്ത 17ഓളം റെക്കഗ്നേഷൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ടെക്ഷോർ. അതിൽ കൂടാതെ നമുക്ക് അടുത്തൊരു സർവീസസ് ആയിട്ട് വരുന്നതാണ് മാൻ പവർ സപ്ലൈ. ഏതൊരു ഇൻഡസ്ട്രിക്കും ആവശ്യമുള്ളതാണ് സ്കിൽഡ്, അൺസ്കിൽഡ്, മൾട്ടി സ്കിൽഡ് ലേബർ കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ പല ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് ജോലി ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അവർക്ക് ഉള്ള സപ്ലൈ നമ്മൾ അവരൊക്കെ മാൻ പവറായിട്ട് പല കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു സർവീസസ് ആയിട്ട്, എസ്പെഷ്യലി ഓയിൽ ഫീൽഡുകളിൽ, ഓഫ് ഷോറുകൾ പ്ലാറ്റ്ഫോമുകൾ, സീഷോർ പ്ലാറ്റ്ഫോമുകളിലേക്കോ, ലാൻഡ് റിഗുകളിലേക്കോ, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസിലോട്ടോ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലോട്ടോ, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിലോട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു മാറ്റർ. അതേപോലെ തന്നെ സർവീസ് സെക്ടറിൽ നമ്മൾ സിവിൽ, മെക്കാനിക്കൽ,
ബിൽഡിങ്ങുകളുടെ കോൺക്രീറ്റ് ടെസ്റ്റിങ്ങുകളും അതുപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ സൊല്യൂഷനായ തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ സർവീസസും അതുപോലെ പ്രോജക്ട്സ് അടക്കമുള്ള മേഖലകൾ നമ്മൾ പ്രാമുഖ്യം വരികയും നമ്മൾ ആ ഒരു അങ്ങനെയുള്ള സർവീസസ് നമ്മൾ പല കമ്പനികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ 3 സർവീസസിൽ വരുന്നത്. ടെക്സ്ചർ വരും കാലഘട്ടത്തിലേക്ക് എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത്? ടെക്സ്ചറിൽ ഈ പറഞ്ഞ +2 മാത്രമല്ല 10th +2 ഡിഗ്രി ഡിപ്ലോമ ITI കഴിഞ്ഞ കുട്ടികൾ, ടെക്നിക്കലും മാത്രമല്ല മാനേജ്മെൻറ്റിലും അതേപോലെ തന്നെ 2 സെക്ടറിലും നിരവധി വിദ്യാർത്ഥികൾക്കുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ ഇപ്പോൾ നിലവിൽ 16ഓളം ഡിപ്പാർട്ട്മെൻറ്റും അടുത്ത വരും വർഷങ്ങളിൽ 40ഓളം ഡിപ്പാർട്ട്മെൻറ്റുമാണ് നമ്മളിപ്പം കൊണ്ടുവരാൻ പോകുന്നത്. കേരളത്തിനകത്ത് തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെയും തമിഴ്നാട്, തെലങ്കാന അടക്കം നമ്മളുടെ ബ്രാഞ്ചുകൾ പോവുകയും മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മുടെ ഫ്രാഞ്ചൈസികൾ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ IT ഡിപ്പാർട്ട്മെൻറ്റായ TCL ITയുടെയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ തന്നെ പെട്രോളിയം യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന ഒരുപാട് കോഴ്സുകളാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ കേരളത്തിനകത്താണെങ്കിൽ തന്നെ ഷിപ്പ്യാർഡ്, റിഫൈനറി കൂടാതെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കുറവാണെങ്കിലും കേരളത്തിന് പുറത്ത് കണ്ടമാനം മാനുഫാക്ചറിങ് സെക്ടറുകളും ഈ പറഞ്ഞ ഓയിൽ ഫീൽഡുകളിൽ എസ്പെഷ്യലി ഡ്രില്ലിംഗ് റിഗ് സൈഡ് ആയാലും ONGCയുടെ അണ്ടറിലായാലും ഈ പറഞ്ഞ ഈ റിലയൻസിൻ്റെ അടക്കം നിരവധി ഇൻഡസ്ട്രീസ് കിടക്കുകയാണ്, SR അടക്കം നിരവധി ഇൻഡസ്ട്രീസ് കിടക്കുകയാണ്. അപ്പോൾ ആ സെക്ടറുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടമാനം ഓപ്പണിങ്സ് വരികയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മിഡിൽ ഈസ്റ്റ് അടക്കം പല ആളുകളെയും പറഞ്ഞു വിടുകയും മിഡിൽ ഈസ്റ്റുകളിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, നല്ല സ്കില്ലുള്ള ആളുകളെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ ട്രെയിനിങ് ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇമ്പാക്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇമ്പാക്റ്റ് ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് ട്രെയിനിങ് നല്ലതായാൽ മാത്രമേ സർട്ടിഫൈഡും നല്ലതായിരിക്കാൻ നല്ല സർട്ടിഫിക്കേഷൻസ് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള സ്കില്ല് ആഡ് ചെയ്തുകൊണ്ടും അതുപോലെ ലാംഗ്വേജുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ എൻ്റയർലി ഡിഫറൻ്റ് ആക്കിയിട്ടാണ് മാർക്കറ്റിൽ പെൻട്രേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മോണോപ്പൊളി മാർക്കറ്റാണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. മറ്റുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ ഒരുപാട് വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് കാരണം അതുതന്നെയാണ്. കാരണം നമ്മളുടെ ട്രെയിനിങ്ങും നമ്മളുടെ സിലബസും അതിൻ്റെ പാറ്റേൺ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പെർട്ടീസ്, ഒരു അഡ്വൈസറി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അണ്ടറിൽ നമ്മളിത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ സിലബസ് അടക്കം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളുടെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കനുസരിച്ചുള്ള ഒരു മൂല്യധനം കിട്ടുകയും അതേപോലെ തന്നെ ഒരു നല്ല എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല എംപ്ലോയർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എംപ്ലോയർ ഈസ് ടു എംപ്ലോയി ഒരു റേഷ്യോ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് നല്ല മാൻ പവർ വേണം, നല്ല വർക്കേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർവൈസേഴ്സിനെ കിട്ടണം. ഈ നല്ല വർക്കേഴ്സും സൂപ്പർവൈസേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രാമുഖ്യം അവർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിയാൽ മാത്രമേ അവർക്കത് ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ചേർന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ ആയിക്കോട്ടെ, ഒരു മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, ഈവൻ ഇൻ മാനേജ്മെൻറ്റ് സെക്ടർ ആയിക്കോട്ടെ, വർക്കിംഗ് സെക്ടർ ആയിക്കോട്ടെ, വർക്കേഴ്സ് ലെവൽ ആയിക്കോട്ടെ, ഫ്രം ബോട്ടം ടു ടോപ്പ് വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് മാൻ പവറിനെ നമുക്ക് ട്രെയിൻ ചെയ്ത നല്ല മാൻ പവർ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എസ്പെഷ്യലി ഓഫ് ഷോറുകളിലൊക്കെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി സീഷോറുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ആ കാൻഡിഡേറ്റ്സിന് അതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് അവർക്ക് നല്ല മാൻ പവർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസ് സെക്ടർ ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം പല ഇൻഡസ്ട്രീസും ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ബിൽഡിങ്ങിന് മുമ്പായിട്ട് തന്നെ അവർ ഈ പറഞ്ഞ സർവീസ് സെക്ടറിൽ ഇൻസ്പെക്ഷൻ മാൻഡേറ്ററിയാണ്. തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻസ് സർവീസ് സെക്ടറിൽ നമ്മൾ എഞ്ചിനീയറിംഗ് സർവീസസ് വിങ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് ആവശ്യകതകൾ കൂടിയതുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സെൻട്രൽ സ്കീമായ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അത് ഇതുമായി കണക്റ്റഡ് ആണോ? അതായത് സെൻട്രൽ ഗവൺമെൻറ് നിരവധി സ്കീമുകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ്, NSTC അടക്കം. അപ്പോൾ ഗവൺമെൻറ് തന്നെ എന്തുകൊണ്ട് ഇതിന് ഒരു പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ വന്നത് തന്നെ നമ്മളുടെ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ നല്ല എംപ്ലോയർക്ക് വേണ്ട എംപ്ലോയീസിനെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ടാണ് നമ്മളുടെ പെട്രോളിയം യൂണിവേഴ്സിറ്റിയും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ IT ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്ററായ TCL ITയുടെ നിരവധി കോഴ്സുകൾ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സെൻറ്ററാണ് നമ്മൾ കേരളത്തിൽ. മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് അപ്രൂവ് ചെയ്തേക്കുന്ന ഓർഗനൈസേഷനിൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് അണ്ടറിലുള്ള കോഴ്സുകളും നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് അവർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ സെൻട്രൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്ചോർ അവരുടെ ഞങ്ങളുടെ തന്നെ ടെക്സ്ചോറിൻ്റെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്
നമ്മളുടെ ഒരു പ്രത്യേകത. ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുകയും ഒരുപാട് പേർക്ക് ജോലി സാധ്യത നൽകുന്നതുമായ ടെക്ഷോറിന് എവിടെയെല്ലാം ബ്രാഞ്ചസ് ഉണ്ട്? ടെക്ഷോറിൻ്റെ ഹെഡ് ഓഫീസ് വരുന്ന കൊച്ചി ആസ്ഥാനമാണ്. അതുകൂടാതെ നമുക്ക് ട്രിവാൻഡ്രം തൊട്ട് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, അതുപോലെ കാലിക്കറ്റ്, പാലക്കാട് അടക്കം, പിന്നെ അതുപോലെ തമിഴ്നാട്, അതുപോലെ തെലുങ്കാന, നോർത്ത് ഇന്ത്യ, അതുപോലെ നോർത്ത് ഇന്ത്യയിലെ പല റീജിയനിലും നമുക്ക് ഫ്രാഞ്ചൈസീസ് വേറെ ഉണ്ട്. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ബ്രാഞ്ചും കൂടാതെ ഫ്രാഞ്ചൈസീസ് നോർത്തിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രീ രഞ്ജു, കഴിഞ്ഞ 10 വർഷമായി താങ്കൾ ബിസിനസ് നടത്തി വരുന്നുണ്ട്. എന്തൊക്കെ ചലഞ്ചസ് ആണ് താങ്കൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചലഞ്ചിങ് ഏരിയ ആണ്. കേരളത്തിലെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നടത്തി കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനത്തെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും അനുഭവിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒരുപാട് ടാസ്കും ചലഞ്ചസുമാണ് നമുക്ക് വന്നേക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മളുടെ ഏറ്റവും ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കോമ്പറ്റീഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പക്ഷേ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി കൂട്ടുകയും ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മളുടെ ഒരു ടെക്നോളജിയിൽ നമ്മൾ അത്രയും നമ്മുടെ ക്ലയൻസിനെയും അതുപോലെ തന്നെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി പോളിസീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ അവർക്ക് കൊടുക്കുന്ന സർവീസസ് അതനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ വരുമ്പോൾ ഈ ചലഞ്ചസ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പല സമയത്ത് പല കാര്യങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ കോമൺ ഫാക്ടേഴ്സായിട്ട് പല കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ വളരെ കൂളായിട്ടും അത് സേഫസ്റ്റ് ലെവലിലോട്ട് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. ടെക്ഷോറിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ടെക്ഷോർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരുപാട് ഓൺലൈൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ ആഫ്രിക്കയിൽ നടക്കുക ഇവിടെ വന്ന് പഠിച്ചൊരു കാലഘട്ടമുണ്ട്. ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി അറബ്സ് ഇവിടെ വന്ന് പഠിച്ചിരിക്കുന്ന കാലഘട്ടമായിട്ടുണ്ട്. ഇന്നത് മാറി എല്ലാവരും ഓൺലൈനിലോട്ട് വരാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ കോർപ്പറേറ്റ് ടെക്നിക്കൽ ഷോർട്ട് കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. CTC എന്ന് പറയും. അതാത് സെക്ടർ, ഇപ്പോൾ പെട്രോളിയം സെക്ടറിലാണെങ്കിൽ ഓയിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പല മേഖലകളിൽ നമ്മൾ 15ഓളം വെറൈറ്റി ഈ കസ്റ്റമൈസ് ട്രെയിനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. 15 ദിവസം 20 ദിവസമായിട്ടുള്ള ഡിഫറെൻറ്റ് ഹവേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സെക്ഷനിൽ നമ്മൾ കോർപ്പറേറ്റ് ടെക്നിക്കൽ ഷോർട്ട് കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ലേണിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സർവീസ് സെക്ടറിൽ നമ്മൾ വിപുലമായിട്ട് മറ്റുള്ള സർവീസസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വരും വർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കണ്ട് കൂടുതൽ പ്രൊജക്റ്റുകളും കൂടുതൽ സർവീസസുകളും പുതിയ ട്രേഡിങ് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അതായത് ഡിജിറ്റലൈസേഷൻ്റെ സാധ്യതകൾ മാക്സിമം പ്രയോജനം ഡിജിറ്റലൈസേഷൻ സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പല റീജിയനിൽ നിന്നുള്ള ഇൻഡസ്ട്രീസുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഡസ്ട്രീസ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് വരും വർഷങ്ങളിലേക്ക് നമ്മൾ പ്ലാനിങ്ങിലും ഉണ്ട്. ശ്രീ രഞ്ജു ഗോപിനാഥ്, താങ്കൾ വേറെ സമയം ബിസിനസ് പ്രീമിന് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട അതിഥി ശ്രീ രഞ്ജു ഗോപിനാഥാണ്. ബിസിനസ് പ്രീമിൻ്റെ പുതിയ അതിഥിയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബിസിനസ് പ്രീമി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.